ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഞാനൊന്നു കരയുമ്പോൾ കൂടെ കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ അരികിൽ അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ. നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. ഞാനൊന്നു കരയുമ്പോൾ കൂടെ കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ അരികിൽ അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ. നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്ന് ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന ഒരു ശക്തമായ ദൈവസ്വര സന്ദേശമാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലണം എന്ന സന്ദേശം. പലപ്പോഴും പല ശുശ്രൂഷകൾക്കായി ഞാൻ പ്രാർത്ഥിച്ചൊരുക്കുമ്പോഴെല്ലാം ഈ ദൈവസ്വര സന്ദേശം കർത്താവ് എനിക്ക് തരാറുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കർത്താവ് തരുന്ന ഒരു ശക്തമായ സന്ദേശമാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലണം. ഇതിനെപ്പറ്റിയുള്ളൊരു വചനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാം തിരുവചനമാണ്. നമുക്കത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറയുന്നു. ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അനേകർക്ക് ഈ ഒരു ദൈവിക ജ്ഞാനമില്ല. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു ശക്തമായൊരു പ്രാർത്ഥനയാണ് ബന്ധന പ്രാർത്ഥനകൾ. നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ചൊല്ലണം. ഒത്തിരിയേറെ കലഹങ്ങളും പാമ്പ് ശല്യം, പല്ലിശല്യം, എലിശല്യം, ഇങ്ങനത്തെ പലതരത്തിലുള്ള ശുദ്ധജീവികളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒത്തിരിയേറെ തടസ്സങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാനും ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലുന്നത് നമ്മെ ഒത്തിരി സഹായിക്കും. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം നമുക്ക് ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പൗലോസ് ശ്ലീഹ തന്നെ അസഹ്യപ്പെടുത്തിയ ഒരു മകളെ അവിടെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ മകളിലെ പിശാചിനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അസ്വസ്ഥത കർത്താവ് ആ രീതിയിൽ എടുത്തു മാറ്റുകയാണ്. പൗലോസിന് മനസ്സിലാകുകയാണ് ഇവിടെ വസിക്കുന്നത് ഒരു പിശാചാണ്. ആ പിശാചിനെ യേശു നാമത്തിൽ അദ്ദേഹം ബന്ധിച്ച് ബഹിഷ്കരിച്ചതോടുകൂടി ആ സഹോദരി ഒരു ശാന്തതയിലേക്ക് കടന്നു വരികയാണ്. ആ തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16:16 ഏറ്റുപറയുന്നു. ഞങ്ങൾ
പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, പൗലോസ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു, പിശാച് ആ മകളെ വിട്ടു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ബന്ധന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ കൂട്ടിച്ചേർക്കണം. അതുപോലെ തന്നെ ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും കർത്താവ് തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, ഒരിക്കലും മദ്യപാനമോ മദ്യ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കരുത് എന്ന ശക്തമായ സന്ദേശം. കൂട്ടം കൂടിയിരുന്ന് മദ്യപിക്കുന്ന ഒരു സമൂഹത്തെ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കാണിക്കുകയാണ്. പലരുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയൊക്കെ കാരണം ഈ വീഞ്ഞുകുടിയും മദ്യപാനമാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 29 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു, ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ്? ചുവന്ന കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുപത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ കണ്ടോ, ജ്ഞാനിയായ സോളമൻ എഴുതി വച്ചിരിക്കുകയാണ്, ആർക്കാണ് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും? ഓരോരുത്തരും ആത്മശോധന ചെയ്യുക, ചിന്തിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ വ്യക്തി ജീവിതത്തിലൊക്കെ ദുരിതമുണ്ടോ, ദുഃഖമുണ്ടോ, കലഹമുണ്ടോ, ആവലാതിയുണ്ടോ, അകാരണമായ മുറിവുകളുണ്ടോ, ചുവന്ന് കലങ്ങിയ കണ്ണുകളുണ്ടോ? ഒപ്പം തന്നെ അതിൻ്റെ ഉത്തരം ജ്ഞാനിയായ സോളമൻ എഴുതി വച്ചിരിക്കുകയാണ്, ഈ ദുരിതത്തിൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം വീട്ടിൽ വീഞ്ഞുകുടി ഉണ്ടായിരിക്കും, മദ്യവും മദ്യ ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഭവനങ്ങളിലൊക്കെ പിശാചുണ്ട്. ആ ഭവനങ്ങളിലൊക്കെ ഒത്തിരിയേറെ തകർച്ചകളുണ്ടാവും. അതുകൊണ്ട് ജ്ഞാനിയായ സോളമൻ നമ്മോട് പറയുന്നത് എന്താണ്? ഇതാ സുഭാഷിതം 23:31 വചനം പറയുകയാണ്, ഡോണ്ട് ലുക്ക് അറ്റ് വൈൻ. വൈനിലേക്ക്, മദ്യത്തിലേക്ക് നോക്കുക പോലും അരുത് എന്നാണ് ജ്ഞാനിയായ സോളമൻ പറയുക. ആ വചനങ്ങൾ കൂടി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ഈ മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാനും ഒപ്പം തന്നെ പൈശാചിക പീഡനത്തിൽ നിന്ന് വിടുതൽ കിട്ടാനും നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജലിപ്പിക്കുകയും ചെയ്യും. ഇരു കരങ്ങളിൽ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. പുതിയ ബോധ്യങ്ങൾ ലഭിക്കട്ടെ, ശരിയായ അറിവുകൾ ലഭിക്കട്ടെ, ദൈവ ഭയം ലഭിക്കട്ടെ, ദൈവഭക്തി ലഭിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ലഭിക്കട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, നമ്മുടെ ഭവനത്തിൽ
ദൈവത്തെ സമർപ്പിക്കാം. വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ 4 അതിരുകൾ, വസ്തുക്കൾ, വളർത്തുകൾ, വാഹനങ്ങൾ, വീട്ടിലെ ഓരോ വ്യക്തികൾ, വീട്ടിലെ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ഓരോ മേഖലകളെ, സാമ്പത്തിക, ഭൗതിക, ആത്മീയ മേഖലകളെ സമർപ്പിച്ച് തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി യേശു നാമത്തിൽ അത്ഭുതകരമായ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ചേ. 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ഈ ഗാനത്തോടൊപ്പം പാടി പ്രാർത്ഥിക്കുക. വലിയൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതമായി വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ശക്തിയായി ഈശോയിലേക്ക് നോക്കി എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് പോരാ. ശബ്ദമൊക്കെ എല്ലാവരും സ്തുതിക്കുന്നു. ഉത്സവ ഘോഷത്തോടെ കർത്താവിലൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെ എപ്പോഴൊക്കെ ഇത് കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തത്താ കഴുകണമേ. സകല ക്ഷുദ്രം, മന്ത്രവാദ, അഭിചാരം, കൂടോത്രം, ദുഷിദോഷം, പൈശാച, പിടല, ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയും ദൂരെ ഇടണമേ. പാപകരമായ സകലതും, അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയായ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിന്റെ ശക്തിയിലും അതിസ്ഥാനം മികാർ, അപ്പാൽ, ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാധാരണ സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണവും കടന്ന് മാനസിക, ശാരീരിക, ആത്മീയമായുള്ള, മാനസികവും, പ്രാപഞ്ചവും, പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്കാ 4:10, മർക്കോസ് 16:5, 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര വന്ദിക്ക് വചന ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭം, ഇടിമിന്, ഇടിവെട്ട്, നാശനഷ്ടങ്ങൾ, വെറുപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗ്യം, തർക്കം, കലഹം, പ്രശ്നം, പ്രതിസന്ധികൾ, ജഡികാസ്, ദിവ്യാസ്, കോപാസക്തി, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സവർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബോധ, അഹങ്കാരം, അസൂയ, അലസ, മോഹം, കോപം, ബുദ്ധി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠന തടസ്സം, കോടതി കേസ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരികേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ചെറുതുവരുന്നതുമായ രോഗപീഠകൾ, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും, സ്തുതിച്ച് പ്രാർത്ഥിക്കാനും, വചനം വായിക്കാനും, ജപമാല ചെല്ലാനുള്ള തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ അതിന്റെ പിന്നിൽ പൈശാചിക അരൂപികൾ, അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. യേശുനാഥ് ബന്ധിക്കുന്നു. യേശുനാഥ് ബഹിഷ്കരിക്കുന്നു. ഈശോനെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രവേശിച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. മധ്യാസക്തിയുടെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥനയിൽ അഭിഷേകം ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജഡികാസക്തി വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാമ്പശല്യം, എലിശല്യം, മൂട്ടശല്യം, എല്ലാതരത്തിലുള്ള ശുദ്ധിജീവികളുടെ ആക്രമണങ്ങൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറന്ന് എല്ലാവരും സ്തുതിക്കുക. ശിരിരിരി വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ചു യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
ചേർന്ന് പാടിയേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കരങ്ങളെന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റമോ, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, എല്ലാ വൈകാരിക രോഗപീഠകളും മാറിപ്പോട്ടെ. ആന്തരിക മുറിവുകളെല്ലാം മാറിപ്പോട്ടെ. കരങ്ങളുയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിയ, 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 ദിയ. നമ്മുടെ എല്ലാ രഹസ്യ ദുഃഖങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവില്ല. പോരാ സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുക. അറിയ 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 വലിയ വിടുതലിൻ്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോതമംഗലം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അറിയ അറിയ. ലിയ എന്ന മകളുടെ പഠന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. റോജിൻ എന്ന മകൻ്റെ ജോലി മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. OET പരീക്ഷയിൽ വിജയം നൽകി സാന്ദ്ര എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 91 സങ്കീർത്തനം അതൊരു ബന്ധന പ്രാർത്ഥനയാണ്. 91 സങ്കീർത്തനം അത് മുടങ്ങാതെ ചൊല്ലാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് സന്ദേശം തരികയാണ്. പാമ്പ് ശല്യം മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് അത്ഭുതകരമായ വിടുതൽ ഈ ശുശ്രൂഷയുടെ സമയത്ത് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നിത്യ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പൈലി എന്നൊരു പേര് തരുന്നു. പൈലി ബന്ധപ്പെട്ടവരോട് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ചെങ്ങാലൂർ എന്ന സ്ഥലത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നു. ഒത്തിരി കടന്നലിൻ്റെ കൂടുള്ള ഒരു ഭവനം കർത്താവ് കാണിക്കുന്നു. ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ ആ വീട്ടുകാർക്ക് സന്ദേശം നൽകുകയാണ്. കടന്നലിൻ്റെ ശല്യത്തിൽ നിന്ന് ആ കുടുംബത്തിനെ രക്ഷിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നു. രാത്രി ഞെട്ടി എഴുന്നേറ്റ് കരയുന്ന ഒരു പെൺകുട്ടിക്ക് ആ മേഖലയിൽ വിടുതലും ആന്തരിക സൗഖ്യവും നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാലിലെ ഉണങ്ങാത്ത മുറിവ് മൂലം പഴുപ്പ് കുത്തിയെടുത്ത് എന്നും വെച്ച് കെട്ടുന്ന ഒരു വ്യക്തിയെ കർത്താവ് വചനയച്ച് അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോളി എന്ന മകളുടെ ആസ്മ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന ഒരു മകന് പുതിയ ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോബിൻ എന്ന പേര് തരുന്നു. പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. ദൈവത്തെ ഭയപ്പെടാൻ കർത്താവ് സന്ദേശം തരികയാണ്. ദൈവഭയമില്ലാത്ത മക്കളെ കാണിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. ദൈവത്തെ ഭയപ്പെടുന്നവൻ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കും. ദൈവത്തെ ഭയപ്പെടാൻ കർത്താവ് സന്ദേശം തരുന്നു. മോണപ്പഴുപ്പുള്ളവർ ഈ സമയം പ്രാർത്ഥിക്കുക. മോണപ്പഴുപ്പുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. പിടിവാശിയുള്ള മക്കളെ കർത്താവ് വെളിപ്പെടുത്തുന്നു. പലരുടെയും പിടിവാശി മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വയറിൻ്റെ ഇടതുഭാഗത്ത് എപ്പോഴും വേദനയുള്ള, വയറ് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയുള്ളൊരു സഹോദരിയുടെ നാളുകളായുള്ള വേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കുറേ കാലമായി തറ കെട്ടിയിട്ടിട്ട് മുന്നോട്ടുള്ള വീട് പണി ആരംഭിക്കാൻ വലിയ തടസ്സം നേരിടുന്ന ഒരു കുടുംബത്തോട് വെഞ്ചിരിച്ച കല്ലുപ്പ് ആ സ്ഥലത്ത് വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. 33 വിശ്വാസ പ്രമാണം ഓരോ ദിവസവും ചൊല്ലി 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രമാണം ഒരു ബന്ധന പ്രാർത്ഥനയാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. വാദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് കർത്താവ് ചിലർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജോഷി എന്ന മകൻ്റെ ചൊറിച്ചിൽ കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്കിൻ സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. സ്കിൻ സംബന്ധമായ രോഗപീഠകൾ പലർക്കും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പലരുടെയും ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങളൊക്കെ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് മേഴ്സി ജോൺസൺ. ഞാൻ തേഞ്ഞിപ്പാലം ഇടവകയിൽ നിന്ന് വരുന്നു.
ഞങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പാണ്. ഞങ്ങളുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഞങ്ങളുടെ വീട് പോയിക്കൊണ്ടിരുന്നത്. വർക്ക്ഷോപ്പിൽ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ ഒരു വർക്ക് വന്നാൽ അത് നമ്മളൊരു വർക്ക് പിടിച്ച് ചെയ്യുമ്പോൾ അതിന് ഒരു വർക്കിന് 10.5 ലക്ഷം രൂപ വെച്ചാണ് നമ്മൾ വർക്കിന് മേടിച്ചിരുന്നു വെച്ചത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കടബാധ്യതകളും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, അപകടങ്ങൾ, അസ്വസ്ഥതകളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വർക്ക്ഷോപ്പിലൊരു വർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് വന്നപ്പോൾ നമുക്ക് ഇനി ഒരു വർക്ക് കിട്ടിയാൽ നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകെ 3 വർക്കുകളും കൂടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 45 ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിൽ വന്നു. പക്ഷേ ഈ 45 ലക്ഷം രൂപ കയ്യിൽ മേടിച്ചിട്ടും അതിൽ നിന്ന് ഒരു വർക്ക് പോലും തീർത്ത് കൊടുക്കാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ആൾക്കാരോട് പൈസ കടം മേടിച്ചു. ആ സമയത്ത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ആൾക്കാർ ഈ വർക്ക് തന്ന ആളുകൾ വന്നിട്ട് വർക്ക്ഷോപ്പ് അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ് കുറേ പേര് വന്നു, വടിവാളൊക്കെ ആയിട്ട് വന്ന് നിന്നെ ഇനി പണിയെടുക്കാൻ സമ്മതിക്കില്ല. നമ്മളൊരു അവധി പറഞ്ഞ് വിട്ട് ആ പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വർക്ക് കൊടുക്കാതെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ പെട്രോളും ഡീസലൊക്കെ ആയിട്ട് വന്ന് ഈ വർക്ക്ഷോപ്പ് കത്തിച്ച് കളയും, നീ ഇനി പണിയെടുത്ത് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ നമ്മളെപ്പറ്റി, നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ മോശമായിട്ട് ഇനി അവന് വർക്ക് കൊടുക്കരുത്, അവന് കിട്ടുന്ന പൈസയൊക്കെ അവൻ മറിക്കണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. വീട്ടിലാണെങ്കിലും നമുക്ക് സാമ്പത്തികമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത്യാവശ്യം ചില കാര്യങ്ങൾ നടക്കുമെന്നല്ലാതെ ഒരു കാര്യം വീട്ടിൽ നടക്കണില്ല. തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര തടസ്സങ്ങൾ, ഒരു കാര്യം നടക്കാത്ത രീതിയിലുള്ള എന്ത് ചെയ്യണം, ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലേക്കായി ഞങ്ങൾ എത്തിച്ചേർന്ന്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ചിലപ്പോൾ മരിച്ചു കളഞ്ഞാലോ, 4 പേരും കൂടി അങ്ങോട്ട് മരിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൽ റൂഹ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് കേൾക്കണത്. ഇവിടെ അടുത്താണെങ്കിലും ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും കേട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു അച്ഛനാണ് എന്നോട് പറഞ്ഞത്, ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, രാവിലെ എഴുന്നേറ്റ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. ഞാനിവിടെ ആദ്യത്തെ ഒരു ശനിയാഴ്ച ഏകദിന കൺവെൻഷനാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു അച്ഛൻ്റെ ടോക്ക്, അന്ന് റാഫേൽ അച്ഛനായിരുന്നു അന്ന് ടോക്ക് കൊടുത്തത്. ആ അച്ഛൻ ഇങ്ങനെ വേറെ എന്തോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കാൻ വന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച് വന്ന സബ്ജക്റ്റിലേക്കല്ല ഞാൻ പോകുന്നത്, ഇവിടെ ആരെയോ പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് കാണിച്ച് തരുന്നുണ്ട്, ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ കുറച്ച് അച്ഛൻ ആ ടോക്കിൻ്റെ ഇടയിൽ പറഞ്ഞു. വീട്ടിൽ മദ്യക്കുപ്പികൾ ഇരിപ്പുണ്ട്, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. വൈൻ ഉണ്ടാക്കുന്ന ഒരാളിവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ ജനലും വാതിലുകളും തുറക്കാത്തൊരു വീട് കാണുന്നു, അത് റോഡിൻ്റെ ടാറിട്ട റോഡാണ്, പക്ഷേ ഇപ്പോൾ ടാറല്ല, പൂഴി റോഡാണ്. അതിൻ്റെ അരികത്ത് ഒരു വെള്ള പെയിൻ്റ് അടിച്ച വീട് കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ട് ശുദ്ധമായി കയറാനായിട്ട് അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൂടാതെ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം എന്നെ സംബന്ധിക്കുന്നതാണ്. ഇത്രയും പേരിയ്ക്കുമ്പോൾ അത് എന്നെ സംബന്ധിച്ചതാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അതുകൂടാതെ അച്ഛനിവിടെ പറഞ്ഞത് കല്ലുപ്പ്, ഇവിടെ ബെഞ്ചിരിച്ച കല്ലുപ്പ് കൊടുക്കുന്നുണ്ട്, അത് മേടിച്ചുകൊണ്ട് പോയി ബന്ധനമുള്ളവരുടെ വീടുകളുടെ ചുറ്റുമിടാൻ പറഞ്ഞു. ഞാൻ കല്ലുപ്പും ഇവിടെ നിന്ന് ഹന്നാവെള്ളവും മേടിച്ചുകൊണ്ട് പോയി അച്ഛൻ പറഞ്ഞ പോലെ വീടിന് ചുറ്റുമിട്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റുമിട്ട്, വർക്ക്ഷോപ്പിൻ്റെ ചുറ്റിനും ഇട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങി. കുറേശ്ശെ കാര്യങ്ങൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ചെറിയ ചെറിയ വർക്കുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ആ വർക്ക് തരൂല്ല, അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞ് പോയ ആൾക്കാർ ഇപ്പോൾ വാട്സപ്പിലൂടെ തന്നെ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുന്നു. വർക്കുകൾ അവരായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കുറേ വർക്കുകൾ കൊണ്ടു തരുന്നു. ഇപ്പം നല്ല രീതിയിൽ വർക്കുകൾ വരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറേശ്ശെ ഞങ്ങൾ കരയേറി വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വലിയൊരു സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടത്. ഒരു മകളുടെ കുടുംബത്തിൽ ഉണ്ടായ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന അസ്വസ്ഥതകൾ, അതിൻ്റെ ആ തകർച്ച മൂലം ആ സഹോദരി ഇവിടെ ഏകദിന കൺവെൻഷന് കടന്നു വന്നപ്പോൾ ഉണ്ടായ ദൈവാനുഭവം, കർത്താവ് തന്ന ദൈവിക സന്ദേശങ്ങൾ, അതെല്ലാം മകൾ മനസ്സിലാക്കി, എന്നെ പറ്റിയാണെന്ന് മനസ്സിലാക്കി. അതനുസരിച്ച് ഇവിടുന്ന് അൾത്താരയിൽ നിന്ന് അച്ഛൻ എന്ത് പറഞ്ഞോ അതുപോലെ എല്ലാ സഹോദരി ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതോ വിഷയത്തോട് ചേർത്ത് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഭൂതോച്ചാടക വസ്തുക്കളായ ഈ വെഞ്ചിരിച്ച കല്ലുപ്പ്, ഹന്നാവെള്ളം ഇത് വീട്ടിൽ കൊണ്ടുപോയി തെളിക്കുകയും
വീടിന് ചുറ്റും വിതറുകയും ചെയ്ത് അവർ ബന്ധന പ്രാർത്ഥന ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വീടിന് ലഭിച്ച വലിയ ഒരു വിടുതലും അനുഗ്രഹങ്ങളാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഇത് നമുക്കും വലിയൊരു മാതൃകയാണ്. പലർക്കും അറിയില്ല ഈ ഭൂതോച്ചാടക വസ്തുക്കൾ എന്താണെന്ന് അറിയില്ല. പലർക്കും അറിയില്ല പിശാചിനെതിരായുള്ള ആയുധങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഭൂതോച്ചാടക വസ്തുക്കൾ, അതായത് ഹന്നാവെള്ളം, വെഞ്ചിരിച്ച കല്ലുപ്പ്, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, കുന്തിരിക്കം, ഇതൊക്കെ ഭൂതോച്ചാടക വസ്തുക്കളാണ്. ബന്ധന പ്രാർത്ഥനയോടൊപ്പം ഈ വസ്തുക്കൾ കൂടി ഉപയോഗിക്കുമ്പോൾ വലിയ വിടുതലാണ് ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക്, ആ സ്ഥലത്തിന്, ആ മേഖലയിൽ കർത്താവ് വസിക്കുക, വിശ്വസിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തിക്കൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. എല്ലാവരും ഈശോയിലേക്ക് നോക്കി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരുണായ കനിയേണമേ ദൈവപിതാവേ, കനിയേ